ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ നയിക്കുന്ന ആദ്യ യാത്രയല്ല ഇത്. 2 യാത്രകൾ കേരളം മറക്കാതെ ഓർമ്മിക്കുന്നുണ്ട്. അവിടങ്ങളിൽ ഇതിവൃത്തം മനുഷ്യനായിരുന്നു. 3ാമത്തെ കേരള യാത്രയിൽ എത്തുമ്പോഴും മനുഷ്യനെ കുറിച്ച് തന്നെ പറയുകയാണ്. അതിഥി തൊഴിലാളികളെപ്പോലും തല്ലിക്കൊള്ളുന്ന ആൾക്കൂട്ട കൊലയുടെ കാലം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ജീവിതത്തിന്റെ 2 അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യർ ഒരു വിശക്കുപ്പിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരു കയർത്തുമ്പിന് മുന്നിൽ എല്ലാ സ്വപ്നങ്ങളും അവസാനിപ്പിക്കുന്നു. ഇതൊരു ഭാഗത്ത് കാണുന്ന കാഴ്ചയാണ്. വേറെ ഒരു ഭാഗത്ത് കാണുന്ന കാഴ്ച മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടു തന്നെ ഇവിടെയുള്ള കോർപ്പറേറ്റുകൾ മാറ്റി എഴുതിയിരിക്കുകയാണ്. നൈമിഷികമായ ചില സുഖങ്ങൾക്ക് വേണ്ടി ആർമാദിച്ചു പോകാനുള്ള ആലോചനകൾ. ആ ആലോചനകളുടെ വഴിയിലാണ് മയക്കുമരുന്നുകൾ, അതേപോലെ തന്നെ അനിയന്ത്രിതമായ സെക്സ്വലായ സംവിധാനങ്ങൾ, ഇതെല്ലാം അരങ്ങു തകർക്കുന്നത്. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. ഈ കാഴ്ചകളെല്ലാം നമ്മൾ കാണുമ്പോഴും ഇനി ഇതിൻ്റെയും അപ്പുറത്ത് ആലോചിച്ചാൽ, വൈജാത്യങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള സംവിധാനവും ആധികാരിക രേഖയുമുള്ള നമ്മുടെ രാജ്യത്ത് ആ ഒരു സംവിധാനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് മനുഷ്യരുടെ വ്യത്യസ്തതകൾ പറഞ്ഞ് വേർതിരിവുണ്ടാക്കി വർഗീയ ധ്രുവീകരണം നടത്തി നിറങ്ങളോ അല്ലെങ്കിൽ ഭാഷയോ ഇതെല്ലാം ഈ മനുഷ്യന്റെ സൗന്ദര്യങ്ങളാണ് എന്ന് കാണുന്നതിന് പകരം സങ്കുചിതപരമായ ചില ചിന്തകളിൽ നിന്നുകൊണ്ട് ഓരോരുത്തരെ വ്യത്യസ്തങ്ങളാകുന്ന ഇടങ്ങളിൽ മാറ്റി എഴുതിയിട്ട് മനുഷ്യരെന്ന വിശാലമായ മാനസിക തലത്തിൽ നിന്ന് നമ്മുടെ നാറുമാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം. അത്തരം ആലോചനകൾ ഹൃദയത്തിൽ വെക്കുന്ന ആളുകൾ മനുഷ്യനെ വലിയ മതിൽക്കെട്ടുകൾ സ്ഥാപിച്ച് വേർതിരിച്ചു നിർത്താനുള്ള സ്റ്റേറ്റ്മെന്റുകൾ സാക്ഷാൽ സാക്ഷരസുന്ദര കേരളത്തിലും കേൾക്കേണ്ടി വരുന്ന സന്ദർഭം. അത്തരം ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞും വസ്തുനിഷ്ഠമായി ഉൾക്കൊണ്ടും അവരെ ഏത് രൂപത്തിൽ സമൂഹത്തിന്റെ മധ്യത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നോ എന്ന ആശങ്കയും മനസ്സിൽ നിൽക്കുന്ന കാലം. ഇതെല്ലാമുള്ള ഒരു കാലത്ത് ഇതെല്ലാം തിരിച്ചറിഞ്ഞ്, ഇതറിയാതെയല്ല, നാടിന്റെ സ്പന്ദനങ്ങൾ, മനുഷ്യന്റെ ജീവിതങ്ങൾ, ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങൾ, ഇവിടെ ഓരോരുത്തരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളെയെല്ലാം ഉൾവഹിച്ചുകൊണ്ട് ഉൾച്ചേർന്നുകൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിക്കേണ്ട ഒരുപാട് ജീവൽ പ്രശ്നങ്ങളുള്ള സന്ദർഭത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്. തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പോലും സുതാര്യമായും അവരുടെ ജീവിതത്തിന്റെ നിലവാരത്തിനനുസരിച്ചും ക്രമപ്പെടുത്താൻ കഴിയാതെ വീർപ്പുമുട്ടുകയാണ്. ഒരാളുടെ ഭക്ഷണം എന്നത് പ്രധാനമാണ് എന്ന് വരികിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യവും പ്രധാനമാണ്. ആ ആരോഗ്യത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരുപക്ഷെ സർക്കാരുകൾ വ്യത്യസ്ത സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്, ശരിയാണ്. മനുഷ്യരോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തിന്, ഇതിന്റെ നേതൃത്വത്തിന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനിയും മനുഷ്യരിലേക്ക് ഇറങ്ങി വരണം. ഇതുവരെ വന്നതെല്ലാം സന്തോഷം, ഇതുവരെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ആ കഴിഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നതോടൊപ്പം പുതിയ കാലത്തിനനുസരിച്ച് വികസിക്കാനും വളരാനും മുന്നോട്ടു പോകാനും ഇനിയും നമുക്കൊരുപാട് സാധിക്കേണ്ടതുണ്ട്. അത് സാധിപ്പിച്ചെടുക്കുന്നതിന് ഔദ്യോഗിക സംവിധാനങ്ങൾ പ്രധാന പങ്കാളിത്തം വഹിക്കുന്നുണ്ട്, ഇനിയും വഹിക്കേണ്ടതുണ്ട്. അത് വഹിക്കുന്നതോടൊപ്പം മനുഷ്യരെന്ന അർത്ഥത്തിൽ
ഇവിടെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ നിർവഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ തങ്ങളുടെ പ്രാഥമികമായ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ചികിത്സകൾ തേടുന്ന സന്ദർഭത്തിൽ പോലും മനുഷ്യത്വ വിരുദ്ധമായ ഇടപെടൽ നടത്തുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമ്മുടെ കേരളത്തിലും കേൾക്കേണ്ടി വരുന്നുണ്ട്. ഒരു സാധാരണക്കാരനായ മനുഷ്യന് അവൻ അനിവാര്യമായി ചെയ്യേണ്ട സർജറികളോ അല്ലെങ്കിൽ ഉയർന്ന ചികിത്സയോ എത്ര പേർക്ക് സൗകര്യപൂർവ്വം ലഭിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ ഉത്തരം വേണ്ടത്ര സന്തോഷകരമാവില്ല. ആ മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കുന്നത് ഒരുപക്ഷെ ചില ഇഞ്ചക്ഷനുകൾക്ക് അല്ലെങ്കിൽ ചില ചെറിയ ട്രീറ്റ്മെന്റുകൾക്ക് പോലും മതിയാകാതെ വരുമ്പോൾ ആ പച്ചയായ മനുഷ്യനെ ചേർത്തുപിടിക്കാൻ ആരാണ് ഇവിടെയുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച് സ്നേഹമനസ്സോടെ ചിന്തിക്കാൻ ആർക്കാണ് കഴിയുന്നത്? അങ്ങനെ കഴിയേണ്ടതുണ്ട് പുതിയ കാലത്ത്. അതൊരു ഭാഗത്ത് മനുഷ്യർ എന്ന വിശാലമായ അർത്ഥത്തിൽ ഈ ഭൂമിയിൽ വസിക്കുന്ന സർവരും, അവിടെ മതത്തിന്റെ വ്യത്യാസങ്ങളില്ലാതെ, രാഷ്ട്രീയ നിറങ്ങളില്ലാതെ നമ്മളെല്ലാവരും മനുഷ്യർ എന്ന അർത്ഥത്തിൽ ആദർശവഴിയിൽ വ്യത്യസ്തതകളുണ്ട്, മതപരമായ കാര്യങ്ങളിൽ വ്യത്യസ്തതകളുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തതകളുണ്ട്, കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തതകളുണ്ട്. അതെല്ലാം തന്നെയാണ്. അതെല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യം എന്നതുകൊണ്ടാണ് നമ്മൾ ഒരു സൗന്ദര്യമുള്ള രാഷ്ട്രമായി മാറുന്നത്. അതെല്ലാം നിലനിൽക്കുമ്പോഴും മനുഷ്യർ എന്ന അർത്ഥത്തിൽ അതൊരു വിശാലമായ തലത്തിൽ നിന്നുകൊണ്ട് ചേർന്നു നിൽക്കാൻ കഴിയണം. പരിസരത്തുള്ള മനുഷ്യരെ കുറിച്ച്, അവരനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയണം. ആ ആലോചനകൾ വികസിക്കണം. മനസ്സിൽ മതിലുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തകർത്തെറിഞ്ഞ് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. 100 പ്രകാശ വർഷങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, സമസ്തയുടെ നാൾ വഴികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സുന്നി യുവജന സംഘത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ മുന്നേറ്റത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ വളരെ സന്തോഷപൂർവ്വം പറയാം, മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന് അബലരായ, ദുർബലരായ, പഠനത്തിന് വകുപ്പില്ലാത്ത മനുഷ്യർ, ഒരു നിവൃത്തിയുമില്ലാത്ത മനുഷ്യർ, ആ മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യരെ നിവർന്നു നിൽക്കാൻ വഴികൊടുത്ത ഒരു പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ അവകാശവാദമല്ല, പേരിനും പ്രശസ്തിക്കുമല്ല, അംഗീകാരങ്ങളല്ല, അധികാരങ്ങളല്ല, ആളുകളുടെ പ്രശംസയുമല്ല, പിന്നെയോ മനുഷ്യനോടുള്ള ആത്മാർത്ഥമായ ഇടപെടലിന്റെ വഴിയിൽ നിർവഹിച്ച സുസ്ഥിരമായ കാര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ കേരള യാത്രയുടെ ജനനായകൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമയാണ്. ആ സുൽത്താനുൽ ഉലമയുടെ കർമ്മ കാണ്ഡങ്ങളെ കുറിച്ച് ആലോചിക്കുക. കോഴിക്കോടിന്റെ മണ്ണിൽ ഒത്തുകൂടിയവരോട് പ്രത്യേകിച്ചു പറയേണ്ടതില്ല. ആ മഹാമനുഷ്യന് ആർക്കു വേണ്ടി ജീവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് വേണ്ടി മാത്രം ജീവിച്ചു എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ആർക്കും കഴിയില്ല. ഇവിടെയുള്ള സർവാദി മനുഷ്യർക്കും, അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അതിൽ ഹിന്ദുക്കളുണ്ട്, അതിൽ ക്രിസ്ത്യാനികളുണ്ട്, അതിൽ മതമുള്ളവരുണ്ട്, അതിൽ മതമില്ലാത്തവരുണ്ട്, അതിൽ വ്യത്യസ്ത തുറകളിലുള്ളവരുണ്ട്. എല്ലാവരോടും വിശാലമായ മനസ്സോടെ പ്രതികരിക്കുന്നു. അനുഭവങ്ങളെമ്പാടുമുണ്ട്. അതിലേക്ക് ദീർഘമായി കടന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യരെ എഴുന്നു നിൽക്കാൻ വേണ്ടി വഴികാട്ടിയ ആ മഹാമനുഷ്യൻ, ആ മനുഷ്യൻ അനാഥകളെ കൈപിടിച്ച് നിവർത്തി നിർത്തിയിട്ടുണ്ട്. പാതയോരങ്ങളിലൂടെ കടന്നു വരുമ്പോ ഒരുപാട് പിഞ്ചുബാല്യങ്ങൾ കയ്യിൽ ചെറിയ ബൊക്ക പിടിച്ച് അല്ലെങ്കിൽ പുഷ്പം പിടിച്ച് ഞങ്ങളാക്കി മാറ്റിയ ആ മഹാമനുഷ്യനെ എത്രയോ സമയം ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന വികാരത്തിൽ അവിടത്തോട് സന്തോഷം പ്രകടിപ്പിക്കുന്നത്
കേവലം ഒരു കാഴ്ചക്ക് വേണ്ടിയല്ല. പിന്നെയോ ഹൃദയാന്തരങ്ങളിൽ ആ മഹാപണ്ഡിതനോടുള്ള സ്നേഹവായ്പിന്റെ അവിടുന്ന് നിർവഹിച്ച സേവനത്തിന്റെ വഴിയിലുള്ള തിരിച്ചു കൊടുക്കലിന്റെ കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. എത്രയായിരങ്ങൾ പിഞ്ചുബാല്യങ്ങൾ എന്ന് പറയുമ്പോൾ പരിമിതമല്ല, എണ്ണം തിട്ടപ്പെടുത്താൻ മാത്രം പറ്റാത്ത വിധത്തിൽ ഈ രാജ്യത്തിന്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ പരിശോധിച്ചാൽ അവിടങ്ങളിൽ കാണുന്നത് ഒരുപാട് മനുഷ്യർ, ശുദ്ധജലം കുടിക്കാൻ കഴിയാത്തവർ, വിദ്യ അഭ്യസിക്കാൻ കഴിയാത്തവർ, തങ്ങളെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി വഴിയില്ലാത്തവർ, ഇങ്ങനെ തുടങ്ങി ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളാകുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരമായി മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്ന ആശയത്തെ വെച്ചുകൊണ്ട് ആ മഹാപണ്ഡിതൻ നായകനായി നയിക്കുന്ന യാത്ര ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു.